ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് കേരള പാഠാവലിയിൽ 8th സ്റ്റാൻഡേർഡിൻ്റെ കേരള പാഠാവലിയിൽ 3rd യൂണിറ്റിൽ ബ്രേക്കിംഗ് ന്യൂസ്, അതേപോലെ തന്നെ സ്വപ്നച്ചിറകിൽ, ഈ 2 ചാപ്റ്റേഴ്സിൻ്റെ ഒരു സമ്മറി റിവിഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എനിക്കറിയാം നിങ്ങളൊക്കെ പാഠഭാഗങ്ങളൊക്കെ പഠിച്ച് എക്സാമിന് വേണ്ടി റെഡി ആയി നിൽക്കുന്ന ആളുകളായിരിക്കും അല്ലേ. കുറേ പേര് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും. മലയാളം എക്സാം തന്നെയാണ് ആദ്യം വരുന്നത്. എപ്പോഴും നമുക്ക് എന്താണ് സമയം അല്ലേ, സമയം തികയാത്ത അല്ലെങ്കിൽ ചോദിച്ചിട്ട് പഠിച്ചിട്ട് തലയിൽ നിൽക്കാത്ത ഒരു സബ്ജക്റ്റാണ് എപ്പോഴും മലയാളം എന്ന് പറയുന്നത്. ഒരു ടെൻഷനും വേണ്ടടാ, ഹാപ്പി ആയിട്ട് വായോ, നമുക്ക് എന്ത് ചെയ്യാം, വേഗം പഠിച്ചിട്ട് പോവാം അല്ലേ. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്നറിയോ, ഇപ്പം എൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ എന്നെ ഒരു ടീച്ചറായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, നല്ല സുഹൃത്തുക്കളായിട്ട് അല്ലേ, നല്ല സുഹൃത്തുക്കളായിട്ട് പോയിട്ട് എന്ത് ചെയ്യുക, പാഠങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരാം. അപ്പോൾ നിങ്ങളെ സുഹൃത്തുക്കൾ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കുമല്ലോ. ടീച്ചർ പറയുന്നത് വീട്ടിൽ അമ്മ അച്ഛൻ പറയുന്നതൊക്കെ അല്ലേ കേൾക്കാൻ നമുക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളത്. നിങ്ങൾ എന്നെ ഒരു ടീച്ചറായിട്ട് കൺസിഡർ ചെയ്യേണ്ട, ഞാൻ നിങ്ങളെയും അങ്ങനെയല്ല ട്രീറ്റ് ചെയ്യുന്നത്, എൻ്റെ സുഹൃത്തുക്കളായിട്ടാണ്. അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാണ്. അതൊക്കെ നിങ്ങൾ പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മലയാളം എക്സാം എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മൾ പാഠഭാഗത്തിലേക്ക് പോയാലോ. എല്ലാവരും റെഡി അല്ലേ? ബ്രേക്കിംഗ് ന്യൂസ് അല്ലേ, നമ്മുടെ 3rd യൂണിറ്റിലെ 2nd ചാപ്റ്റർ ആണ് ഏത്, ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാം എന്താ ബ്രേക്കിംഗ് ന്യൂസ്. അപ്പം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു കാര്യം, നമ്മളൊരു പാഠം പഠിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഒരു പാഠം പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ, അത് ഏതാണ്. എൻ്റെ കുറേ സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എക്സാം ഹാളിൽ അയ്യോ എൻ്റെ അടുത്ത് ഇതൊരു കഥയായിരുന്നു, എന്നോട് അറിയാതെ ഉപന്യാസം, ഇതൊരു ഉപന്യാസമായിരുന്നു, എന്നോട് അറിയാണ്ട് ഇന്ന കഥയിലേ എന്ന് പറഞ്ഞുപോയി. അപ്പം ആദ്യം നമ്മൾ എന്തറിയണം, ഏതാണ് പാഠഭാഗം അല്ലേ, ഏത് സാഹിത്യ രൂപമാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ഇവിടെ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് ഒരു ചാനലിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ന്യൂസ് ബുള്ളറ്റിൻ്റെ ഒരു ഭാഗമൊന്നും അല്ല. എന്താണ്, KR മീര എന്ന് പറയുന്ന എഴുത്തുകാരിയുടെ ആരാച്ചാർ എന്ന് പറയുന്ന നോവലിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗമാണ് നമുക്ക് പാഠഭാഗത്ത് പഠിക്കാനുള്ളത് അല്ലേ. അതാണ് ബ്രേക്കിംഗ് ന്യൂസ്. അപ്പം നമ്മൾ അറിയേണ്ടത്, ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു പാഠഭാഗമാണ്. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം നിങ്ങൾ അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ ഏത് സാഹിത്യ രൂപമാണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മറ്റൊരു കാര്യമാണ്, ആരാണ് എഴുത്തുകാരി. എഴുത്തുകാരി ആരാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം അല്ലേ. ഇവിടെ എഴുത്തുകാരി ആരാണ്, KR മീരയാണ് അല്ലേ. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, കഥാപാത്രങ്ങൾ അല്ലേ. ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ അല്ലേ, പാത്രങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം, വേണ്ടേ. കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ഈ 3 കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പാഠഭാഗം നമ്മൾ പഠിച്ചിടും, അത്രേ ഉള്ളൂ. പിന്നെ അതിൻ്റെ സമ്മറി ജസ്റ്റ് പോയിന്റ് നോട്ട്സ് ഒക്കെ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ. അപ്പോൾ ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. ഇതുവരെ മലയാളം ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് മലയാളം പീരീഡിനെ PT പീരീഡ് ആക്കിയ വിദ്വാൻമാരോട്, അതേപോലെ തന്നെ എന്നെ പോലെ അലസത, മടി അല്ലെ, പഠിക്കാനുള്ള വൈക്ലഭ്യം അല്ലെ, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും കാരണം എക്സാമിന്റെ തലേ ദിവസം വരെ തള്ളി 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 നീക്കി ഇവിടം വരെ എത്തിച്ച കൂട്ടുകാരോടാണ് എനിക്ക് പറയാനുള്ളത്, മക്കളെ ഇനി രക്ഷയില്ല, നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. ഇനിയുള്ള സമയം നമ്മൾ എന്ത് ചെയ്യാം, നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പം എല്ലാവരും എന്ത് ചെയ്യാം, ഒന്ന് പെട്ടെന്ന് ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കുന്നതിന് കൂടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിന് കൂടെ ഒരു ചെറിയൊരു നോട്ട്ബുക്ക് എടുത്ത് വെക്കുക, ഒരു പെണ്ണെടുത്ത് വെക്കുക. വെറുതെ കേട്ട് ഇതിലെ വിടല്ലേ, ഇനി നമുക്ക് അതിനുള്ള ടൈം ഇല്ലടാ, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് പോയിന്റ്സ് ആയിട്ട് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ നമുക്കില്ലേ എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് ഓടിച്ചു നോക്കുന്ന ഒരു പരിപാടി, അതൊക്കെ ഈസി ആയിട്ട് കിട്ടും. അപ്പം എന്ത് ചെയ്യുക, അറിയാത്ത കാര്യങ്ങൾ അറിയുന്നത് ഇവിടെ സ്റ്റോർ ചെയ്തോളൂ, അറിയാത്തത് ഒന്ന് നോട്ട് ചെയ്തിട്ട് ക്ലാസ്സൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇരുന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് പോവാം അല്ലേ. ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്ന ഇത്രയും വിശാലമായിട്ട് അല്ലേ, നമ്മൾ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ലല്ലോ ബ്രേക്കിംഗ് ന്യൂസ്. നിങ്ങൾക്ക് അറിയായിരിക്കും, കുറേ പേര് പഠിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഇത് സ്പെഷ്യൽ കാറ്റഗറീസ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ പഠിക്കാൻ തലേ ദിവസത്തേക്ക് വെക്കുന്ന ആളുകൾ, എക്സാമിന്റെ തലേ ദിവസത്തേക്ക്, അവർക്ക് വേണ്ടിയാണ് ഞാൻ കൂടുതൽ ഇത് നോക്കുന്നത്. മറ്റവർക്കും യൂസ്ഫുൾ ആണ്, അപ്പൊ അവരൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പൊ എന്താണ് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത്, KR മീരയുടെ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗമാണ് അല്ലെ. ഏതാണ് നോവല്, ആരാച്ചാർ അല്ലെ. അപ്പൊ നിങ്ങൾക്കറിയാം മലയാളത്തിലെ പ്രിയ എഴുത്തുകാരി അല്ലെ, എഴുത്തുകാരിയും പത്രപ്രവർത്തകയുമാണ് ആര്, KR മീര. മലയാള മനോരമയില് നിയമിതയായിട്ടുള്ള ആദ്യത്തെ പത്രപ്രവർത്തകയായിരുന്നു KR മീര. പിന്നെ എഴുത്തിന്റെ ലോകത്തിലേക്ക് വന്ന സമയത്ത് അവരെന്ത് ചെയ്തു, തൻ്റെ പ്രവർത്തനം അല്ലെ, പത്രപ്രവർത്തന രംഗത്ത് നിന്ന് ഒന്ന് മാറി നിൽക്കുകയാണ് ഉണ്ടായത്. അപ്പം KR മീരയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കരുത്. ഇനി എന്ത് ചെയ്യണം,
അറിയാം എന്ന് പറയണം. കാരണം ഇവിടെ മാത്രമല്ല, നമുക്കത് വരാൻ പോകുന്ന വലിയ വലിയ ക്ലാസ്സുകളിലേക്ക്, വലിയ വലിയ കോമ്പറ്റീഷൻ എക്സാമുകളിലൊക്കെ നമുക്ക് ഈ ഒരു KR മീര ആവശ്യമാണ്. അതുകൊണ്ട് ഇതിലെ കേട്ട് വിടരുത്. എക്സാമിന് വേണ്ടി മാത്രമല്ല, മനസ്സിരുത്തി പഠിക്കുക കേട്ടോ. അപ്പൊ KR മീര എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. കൂടുതൽ അവരുടെ വീടിനെ കുറിച്ച്, നാടിനെ കുറിച്ച് ഒന്നും വേണ്ടടാ, ഒന്നും പഠിക്കണ്ട. അതൊക്കെ പഠിക്കുന്നത് തെറ്റല്ല കേട്ടോ, അതൊക്കെ പഠിക്കാൻ മടിയുള്ള ആളുകളുടെ അടുത്താണ് ഞാൻ പറയുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് ചെയ്യാം, ജസ്റ്റ് ആരാണ് ഓദർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെ. അപ്പൊ എഴുത്തുകാരിയെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ മലയാളത്തിലെ ആരാണ്, പ്രമുഖ എഴുത്തുകാരിയാണ്, അതേപോലെ തന്നെ പത്രപ്രവർത്തകയാണ്. മലയാള മനോരമയിൽ നിയമിതയായിട്ടുള്ള ആദ്യത്തെ പത്രപ്രവർത്തകയായിരുന്നു KR മീര. കഴിഞ്ഞു. എന്ത് ഈസിയാ അല്ലേ. അപ്പൊ അത് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രധാന കൃതികളൊക്കെ പഠിച്ചാലോ KR മീരയുടെ. എല്ലാം ഒന്നും വേണ്ട, ഞാനിവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കൃതികളും കാര്യങ്ങളും മാത്രമേ പറഞ്ഞു. എല്ലാത്തിനും ഓരോന്നോ രണ്ടെണ്ണം വീതം എടുത്തിട്ടുള്ളൂ കേട്ടോ. ക്യാപ്സ്യൂൾ രൂപത്തിലാണുള്ളത്. അതിനി ഒന്ന് വിഴുങ്ങി അങ്ങോട്ട് വെള്ളം കുടിച്ചാൽ മതി. കഴിഞ്ഞു. അപ്പൊ എന്ത് ചെയ്യാം, പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? അതിൽ എടുത്തു പറയേണ്ട കൃതി ഏതാ? ആരാചാർ അല്ലെ. ആരാചാർ എന്ന് പറയുന്ന നോവലാണ്. ആരാചാർ എന്ന് പറയുന്ന നോവൽ, ആ ഒരൊറ്റ നോവലിന് എന്തൊക്കെ കിട്ടിയത് പഠിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ കൂടെ തന്നെ അങ്ങ് കണക്ട് ചെയ്ത് പഠിച്ചോളൂ. ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്, കേന്ദ്ര സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി അല്ലെ, പിന്നെ വയലാർ പുരസ്കാരം. ഇതൊക്കെ എന്തിനെ തേടി എത്തിയിട്ടുണ്ട്? KR മീരയുടെ ഈ ആരാചാർ എന്ന് പറയുന്ന പാഠഭാഗത്തിനെ തേടിയെത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു കൃതി പഠിച്ചു. അടുത്തത് ഏതാണ്? മീര സാധു. ഓക്കെ. ഖബർ, യൂദാസിന്റെ സുവിശേഷിതം, ഇങ്ങനെ എക്സെട്ര എക്സെട്ര എക്സെട്ര. ഇത് ഇത്രയും പഠിച്ചാൽ മതി. മീര സാധു സുഖല്ലേ പഠിക്കാൻ, ഖബർ പഠിക്കാൻ എളുപ്പല്ലേ അല്ലേ. പിന്നെ ഏതാണ്? യൂദാസിന്റെ സുവിശേഷം. ഇതൊക്കെ ഈസിയാണ്. പിന്നെ ആരാചാർ. അപ്പൊ 4 കൃതികൾ ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു. ഇനി അത് ഒന്ന് റിവിഷൻ ചെയ്താൽ മതി. നിങ്ങൾ എക്സാമിന്റെ ഹാളിലേക്ക് പോകുമ്പോൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചെറുകഥകൾ നോക്കാം അല്ലെ. ഇപ്പം പ്രധാനപ്പെട്ട കൃതികൾ പറയുന്ന സമയത്ത് എല്ലാ കൃതികളും, ഓർമ്മക്കുറിപ്പുകൾ, ചെറുകഥകൾ എല്ലാത്തിനും നമ്മൾ കുറച്ച് പഠിക്കുമ്പം എന്താണ്, നമ്മൾക്ക് അത്യാവശ്യം വിവരവും ജ്ഞാനമൊക്കെ ഉണ്ടെന്ന് പേപ്പർ വാല്യൂ ചെയ്യുന്ന ടീച്ചറിന് മനസ്സിലാവും. അപ്പൊ അതിന് എന്ത് ചെയ്യുക, അതിനുള്ളൊരു ടിപ്പും കൂടിയാണ് നമ്മൾ ഇതൊക്കെ പഠിച്ചു വെക്കുക എന്നുള്ളത് കേട്ടോ. അപ്പൊ എന്താണ്, ചെറുകഥകൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് പഠിക്കാൻ പറ്റിയൊരു ചെറുകഥയാണ് KR മീരയുടെ കഥകൾ. അതൊരു ചെറുകഥയാണ്, KR മീര എഴുതിയിട്ടില്ല. അപ്പൊ KR മീരയുടെ ചെറുകഥകൾ ചോദിച്ചു കഴിഞ്ഞാൽ KR മീരയുടെ കഥകൾ, പെൺപഞ്ചതന്ത്രം, പെൺകുട്ടികൾക്ക് വേഗം ഓർത്തു വെക്കുക, ആൺകുട്ടികൾക്ക് ഓർത്തു വെക്കുക കേട്ടോ. പെൺപഞ്ചതന്ത്രം, ഭഗവാന്റെ മരണം, അങ്ങനെ പോകുന്നു KR മീരയുടെ ചെറുകഥകൾ. ഇനി ഇത് മാത്രമല്ല, ഈ 3 ചെറുകഥകൾ മാത്രമല്ല, ഇത് നിങ്ങൾക്ക് വേഗം ഓർത്ത് വെക്കാൻ പറ്റിയിട്ടുള്ള കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള കൃതികളുടെ പേര് പറഞ്ഞു വെച്ചതാണ് കേട്ടോ. അപ്പം ഏതൊക്കെയാണ്? KR മീരയുടെ കഥകൾ, പെൺപഞ്ചതന്ത്രം, ഭഗവാന്റെ മരണം, ഇതൊക്കെ ചെറുകഥയിൽ പെടുന്നു. പിന്നെ ഓർമ്മക്കുറിപ്പിലേക്ക് പോവുകയാണെങ്കിൽ കഥയെഴുത്ത്, മഴയിൽ പറക്കുന്ന പക്ഷികൾ അല്ലെ, ഇതൊക്കെ എന്താണ്, കഥയെഴുത്തിലേക്ക്, ഓർമ്മക്കുറിപ്പിലേക്ക് പോകുന്നു. അപ്പൊ ഇത്രയും കൃതികളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ള KR മീരയായിട്ട് നോക്കിയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ തന്നെ പഠിക്കാൻ മടി കാട്ടി നമ്മൾ ഈ പാരഗ്രാഫിൽ ഇങ്ങനെ കൊടുത്തത് പഠിക്കാനാണ് നമുക്ക് ബുദ്ധിമുട്ട്. ഇങ്ങനെ പോയിന്റ്സ് ആയിട്ട് പഠിച്ചാൽ എത്ര പെട്ടെന്ന് കഴിഞ്ഞു. എന്നിട്ട് അത് എക്സാം ഹാളിൽ എത്തുമ്പോൾ നമ്മൾ ഒന്ന് എന്ത് ചെയ്താൽ എക്സ്പ്ലെയിൻ ചെയ്താൽ പോരെ. അപ്പൊ നമ്മൾ KR മീര ആരാണത് പഠിച്ചു. KR മീരയുടെ പ്രധാന കൃതികൾ അല്ലെ, കുറച്ച് കൃതികളൊക്കെ പഠിച്ചു. ഇനി അത് തെറ്റിക്കാൻ പാടില്ല. എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവരുത് കേട്ടോ. അപ്പൊ അതൊക്കെ നന്നായിട്ട് പഠിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ പാഠഭാഗത്തിലേക്ക് പോവാം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് കാണാം, പാഠഭാഗം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു 3 വരിയിലായിട്ട് വലിയൊരു ആശയം തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്തൊക്കെ പഠിക്കണം, ടെക്സ്റ്റ് ബുക്ക് പഠിക്കണം, അതിന് മുകളിൽ കൊടുത്തുള്ള കോഡ്സ് പഠിക്കണം, എന്തൊക്കെയല്ലേ പഠിക്കുക. ഒന്നുമില്ലടാ, ഈസിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. എന്താണ്, നടക്കാൻ തീരുമാനിച്ചാൽ കാലുകളെ വിശ്വസിക്കണം, പറക്കാൻ തീരുമാനിച്ചാൽ ചിറകുകളെ വിശ്വസിക്കണം, ജീവിക്കാൻ തീരുമാനിച്ചാൽ (?) ജീവിക്കാൻ തീരുമാനിച്ചാൽ, ഇത് സംഭവം സിമ്പിളാണ്. നടക്കാൻ തീരുമാനിച്ചാൽ കാലുകളെ വിശ്വസിക്കണം, പറക്കാൻ തീരുമാനിച്ചാൽ ചിറകുകളെ വിശ്വസിക്കണം, ജീവിക്കാൻ തീരുമാനിച്ചാൽ എന്തിൽ വിശ്വസിക്കണം? പക്ഷെ ഇതൊരു ചെറിയ ചോദ്യമല്ല, വലിയൊരു ആശയം തന്നെയാണ് ഈ ഒരു കുട്ടി വരികളിൽ നിന്ന് വരുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ, നടക്കാൻ തീരുമാനിച്ചാൽ കാലുകളെ വിശ്വസിക്കണം എന്ന് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഇത് കാണുന്ന എല്ലാവരും, കുറെ പേര് ഫുട്ബോൾ പ്ലെയേഴ്സ് ഉണ്ടാവും അല്ലെ, റണ്ണിങ്, ജമ്പിങ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലെ. ഇതൊക്കെ നമ്മൾ എന്തിൽ വിശ്വസിച്ചിട്ടാ ചെയ്യുന്നത്? എന്തിൽ വിശ്വസിച്ചിട്ടാ? അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ കാലിൽ അവൻ ചെയ്യുന്നോണ്ട് ഞാൻ ജയിക്കും ആണോ? അല്ല, നമ്മൾ നമ്മുടെ കാൽപാദത്തിന്, നമ്മുടെ പാദങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിശ്വസിക്കുന്നത് അല്ലെ. നടക്കാന് അല്ലെ, ഓടാന്,
ചാടാൻ, ഇതിനൊക്കെ നമ്മൾ നമ്മുടെ കാൽപാദങ്ങളെ വിശ്വസിക്കുന്നു. അതുപോലെ പക്ഷികൾ എന്ത് ചെയ്യാണ്? ഹൈഡ്രജൻ ബലൂണൊക്കെ പിടിച്ചിട്ട് പറന്നിട്ടാണോ പക്ഷികൾ പോകുന്നത്? അല്ല, അവർക്ക് ഉയരങ്ങളിലേക്ക് അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ അവര് എന്തിനെയാണ് ആശ്രയിക്കുന്നത്? തൻ്റെ ചിറകുകളെയാണ് ആശ്രയിക്കുന്നത് ആ ചിറകുകൾ, തൻ്റെ കാലുകൾ ഇതിലൊക്കെ നമുക്ക് എന്തുണ്ടാവണം? വിശ്വാസം അർപ്പിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്. അതുപോലെ തന്നെയാണ് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവണം? നമ്മൾ ജീവിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ ജീവിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ എന്ത് വേണടാ? ജീവിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതാണ് ഇവിടെ നമ്മുടെ ആത്മവിശ്വാസം എന്താണ്? നമ്മുടെ ആത്മവിശ്വാസം ഉണ്ടാവണം. നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? ഒരു ആത്മവിശ്വാസമാണ്. ഏതൊരു മനുഷ്യനും എന്തും ചെയ്യാൻ എന്ത് വേണം? ആദ്യം ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. ജീവിക്കുന്നത് തന്നെ നാളെ നമ്മൾ മരിക്കും, എന്നായാലും നമ്മൾ മരിക്കും. പക്ഷെ ആ മരിക്കുന്നത് വരെയുള്ള ആ ഒരു ജീവിതത്തിൻ്റെയും മരണത്തിനിടയിലുള്ള ആ ഒരു കാലഘട്ടം എപ്പോഴും ആത്മവിശ്വാസത്തോടുകൂടെ അതേപോലെ തന്നെ ധൈര്യത്തോടുകൂടെ കരുത്തോടുകൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ജീവിച്ചു തീർക്കുകയാണെങ്കിൽ നമുക്ക് ലക്ഷ്യം പുൽകാൻ എളുപ്പം കഴിയും അവിടെ ആത്മവിശ്വാസമാണ് ഏത് സാഹചര്യത്തിലും നമ്മളെ രക്ഷപ്പെടാൻ സഹായിക്കുന്നത്. ശരിയല്ലേ? അല്ലേ? ആത്മവിശ്വാസമാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? ഏത് സാഹചര്യത്തിലും രക്ഷപ്പെടാൻ സഹായിക്കുന്നത്. അത് നിങ്ങൾക്കറിയാലോ. അതെങ്ങനെയാ നമ്മുടെ ആത്മവിശ്വാസം നമ്മളെ രക്ഷപ്പെടാൻ സഹായിക്കുന്നത്? എങ്ങനെയാ? അത് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഞാനൊരു എക്സാമ്പിൾ പറയാം. അത് നിങ്ങൾക്ക് ഏകദേശം കുറച്ചും കൂടെ എന്താവും? വ്യക്തത തരും. ഒരാൾക്ക് ഒരു മാരക രോഗം പിടിപെടുന്നു. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാൻസർ പോലുള്ള ഒരു രോഗം പിടിപെട്ടു എന്ന് വിചാരിക്കുക. അപ്പം ക്യാൻസർ പോലുള്ള ഒരു രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ എന്നും അയ്യോ എനിക്ക് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെന്താവും? ഉരുക്കി ഇല്ലാതാവും അതേ സമയത്ത് ഇന്നസെന്റ്, സിനിമാ നടനെ ഓർക്കില്ലേ? ഇന്നസെന്റിനെ ക്യാൻസർ വാർഡിലെ ചിരി, എനിക്ക് തോന്നുന്നു 6th 7th ഏതൊരു ചെറിയ ക്ലാസ്സിൽ പാഠഭാഗത്ത് പഠിക്കാനുണ്ടായിരുന്നു, മലയാളത്തിൽ പഠിക്കാനുണ്ടായിരുന്നു ക്യാൻസർ വാർഡിലെ ചിരി. ഓർക്കുന്നുണ്ടോ? ഒന്ന് ഓർത്തു നോക്കൂ കേട്ടോ. അപ്പൊ അവിടെ ഇന്നസെന്റ് അപ്രോച്ച് ചെയ്തത് ഏതാ? അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ മരണം വരെയുള്ള ആ ഒരു സമയം അദ്ദേഹം എങ്ങനെയാ? ഒരു ചിരിയിലൂടെ തന്റെ ക്യാൻസറിനെ ഒരു പുഞ്ചിരിയിലൂടെ നേരിട്ട വ്യക്തിയാണ്. ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, എനിക്കൊന്നും സംഭവിക്കില്ല. അതുപോലെ എന്ത് പ്രയാസം വരുമ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴും മനസ്സിന് നമ്മൾ ധൈര്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കത് ചെയ്യാൻ പറ്റും, എനിക്കതിന് സാധിക്കും. നമ്മളൊരു 100 സ്ഥലത്ത് വീണേക്കാം. നടത്തം പഠിക്കുന്നത് വീണുകൊണ്ടാണ് അതേപോലെ തന്നെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരുപാട് തവണ ഇവിടെയൊക്കെ പരിക്ക് പറ്റിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നല്ല എക്സ്പേർട്ട് ഡ്രൈവേഴ്സ് ആവുന്നത്. അങ്ങനെ മനുഷ്യരല്ലേ, തെറ്റുകൾ പറ്റും, തെറ്റുകുറ്റങ്ങൾ സ്വാഭാവികമാണ് അതിൽ നിന്ന് തളർന്നു പോവാതെ മുന്നോട്ട് വരുമ്പോഴാണ് അതിന് നമുക്ക് എന്ത് വേണം? നമ്മുടെ മെന്റൽ പവർ വേണം മനസ്സുകൊണ്ട് നമ്മൾ മുന്നോട്ട് വരുമ്പോഴാണ് നമുക്ക് എന്താവുന്നത്? നമ്മുടെ ആ ലക്ഷ്യത്തിലെത്തുന്നത് അപ്പൊ ലക്ഷ്യത്തിനായി തളരാതെ നമ്മൾ പ്രയത്നിക്കുമ്പോഴാണ് നമ്മുടെ ലക്ഷ്യം എന്താവുന്നത്? പൂർണ്ണമാവുന്നത് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് ജീവിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ വേണ്ടത്. ആദ്യം വേണ്ടത് കോൺഫിഡൻസ്, നമ്മൾ ആത്മവിശ്വാസം, നമുക്ക് നമ്മളിലൊരു വിശ്വാസം വേണമല്ലോ, അല്ലാതെ ആവരുത്. അപ്പം ഇപ്പൊ നിങ്ങൾ എന്തിലാ ഇരിക്കുന്നത്? നിങ്ങൾക്കിപ്പോൾ ഒരു വിശ്വാസം വേണം. ഈ പാഠഭാഗങ്ങളൊക്കെ പഠിച്ച് മലയാള എക്സാം, മൺഡേ നടക്കാൻ പോകുന്ന മലയാള എക്സാം വളരെ സുഖമായിട്ട് സൂപ്പറായിട്ട് അതിനെ അറ്റൻഡ് ചെയ്ത് ഫുൾ മാർക്ക് സ്കോർ ചെയ്യും എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, അത് നമുക്ക് ഉണ്ടാക്കണം. ഈ പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. അറിയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പെന്നും പേപ്പർ പ്ലീസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കും, ഉപകരിക്കും. ഓക്കെ, എക്സാം ഹാളിലെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ റീഡിങ് വരെ നിങ്ങൾക്ക് അവിടെ ഓർമ്മയിൽ വരും. അപ്പൊ നമ്മൾ എഴുതി വെക്കുമ്പോഴാണ് കുറച്ചും കൂടെ നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് അടുത്തത് ഏതാണ്? ബ്രേക്കിംഗ് ന്യൂസ് ആണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഏതാണ്? ബ്രേക്കിംഗ് ന്യൂസ്. അപ്പം നോക്കിക്കേ, നമ്മുടെ പാഠഭാഗത്തിലേക്ക് പോവുകയാണേ. ഇവിടെ നമ്മൾ പോകുന്ന ഇവിടേക്കാണ്, പാഠഭാഗത്തിലേക്ക് പോവുകയാണ്. ബ്രേക്കിംഗ് ന്യൂസ് പാഠഭാഗം ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ബ്രേക്കിംഗ് ന്യൂസ് ഏതായിരുന്നുടാ? ഏതായിരുന്നു ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് ഏതായിരുന്നു? ഇത് ശരിക്കും ആരാച്ചാർ എന്ന് പറയുന്ന KR മീരയുടെ ആരാച്ചാർ എന്ന് പറയുന്ന നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞു. അപ്പൊ അതിനു മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആരാച്ചാറിനെ കുറിച്ചൊന്ന് പഠിക്കണ്ടേ? വേണ്ടേ? എന്താണ് ആരാച്ചാർ നമ്മൾ ആരാച്ചാർ എന്ന് എടുത്തതാണ്, നോവലാണ്, അതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിൽ കൂടിയിട്ടും ആരാച്ചാർ എന്ന് പറയുന്ന നോവൽ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ആ നോവലിനെ കുറിച്ച് നമുക്ക് എന്തുണ്ടാവണം? ഒരു ധാരണ ഉണ്ടാവണ്ടേ? അപ്പോൾ അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ ആരാച്ചാരുടെ ജോലി സ്വീകരിക്കേണ്ടി വന്ന ചേതന കൃത മല്ലിക്കിനെ കുറിച്ചാണ് പാഠഭാഗം. ഞാൻ പറഞ്ഞു
തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഓഥറിനെ കുറിച്ചും ഏത് സാഹിത്യ രൂപത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്നൊക്കെ ഓർത്തു വെക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്ത് കഥാപാത്രങ്ങളെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് അല്ലെ. അപ്പൊ കഥാപാത്രങ്ങളെ നമ്മൾ അറിയണം, അറിയാതെ ഒരു രക്ഷയില്ല, തെറ്റിക്കരുത് കഥാപാത്രങ്ങളെ അല്ലെ. അപ്പൊ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ഇവിടെ? ചേതന, കൃത, മല്ലിക്. പഠിക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാ അല്ലെ. ചേതന, കൃത, മല്ലിക്, അതൊക്കെ പഠിക്കണമെങ്കിൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാ. ഇല്ലടാ, പറഞ്ഞു യൂസ്ഡ് ആവും കേട്ടോ. അപ്പൊ ചേതന, കൃത, മല്ലിക്കിന് വളരെ ചെറുപ്രായത്തിൽ തന്നെ ആരാചാരുടെ ജോലി ഏറ്റെടുക്കാൻ പോകുന്ന ഒരു ചേതന, കൃത, മല്ലിക് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് ആരാചാർ എന്ന് പറയുന്ന നോവലിലുള്ളത്. ആ പെൺകുട്ടി മാത്രമല്ല, അതിൽ കുറെ കഥാപാത്രങ്ങൾ വരുന്നുണ്ട് അല്ലെ. അച്ഛൻ ആരാണ്? ഫണിഭൂഷൺ, കൃത, മല്ലിക്. ഇവിടെ കൃത വിട്ടുപോയിട്ടുണ്ട് അല്ലെ. ഫണിഭൂഷൺ, കൃത, മല്ലിക് അല്ലെ. അച്ഛൻ ഫണിഭൂഷൺ, കൃത, മല്ലിക്. അതേപോലെ തന്നെ പിന്നെ ആരാണ്? ഈ വധശിക്ഷ നടപ്പാക്കാൻ പോകുന്നത് ചേതനയാണ്. അപ്പൊ അതിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആരാണ്? യതീന്ദ്രനാഥ് ബാനർജി അല്ലെ. അതുപോലെ തന്നെ വേറൊരാളും കൂടെ ഉള്ള സഞ്ജീവ് കുമാർ മിത്ര അല്ലെ. ഇത് ക്യാമറാമാൻ ആണ് അല്ലെ, മാധ്യമപ്രവർത്തകനാണ്. ഇതൊക്കെയാണ് നമ്മുടെ ക്യാരക്ടേഴ്സ് വരുന്നത് അല്ലെ, നമ്മുടെ കഥാപാത്രങ്ങള് വരുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ്. അതിൽ സഹോദരൻ വരുന്നുണ്ട്, അതിന് കുറെ പേര് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പ്രധാനമായിട്ടും ഇത്രയും ക്യാരക്ടേഴ്സിനൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള, കഥാപാത്രങ്ങളെ പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. അപ്പം ചേതന, കൃത, മല്ലിക്കിന്റെ കുടുംബ പാരമ്പര്യം എന്ന് പറയുന്നത് ഏതാണ്? സ്വാഭാവികമായിട്ടും ആരാചാർമാരുടേതാണ്. അപ്പൊ എന്താണ് ആരാചാർമാർ അല്ലെ? അപ്പം ചേതന, കൃത, മല്ലിക് ആരാചാർ കുടുംബത്തില്, ആരാചാർ പശ്ചാത്തലത്തില് ആ ഒരു കുടുംബ പാരമ്പര്യത്തിൽ നിന്ന് വന്നതാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം 451ഓളം പേരെ തൂക്കിലേറ്റിയിട്ടുള്ള കൊൽക്കത്തയിലെ ആരാചാർ ആയിരുന്നു ആര്? ഫണിഭൂഷൺ, കൃത, മല്ലിക്. ആരുടെ? ചേതനയുടെ പിതാവായിട്ടുള്ള ഫണിഭൂഷൺ, കൃത, മല്ലിക് എന്ന് പറയുന്ന വ്യക്തി അല്ലെ. ആ കഥാപാത്രം അവരുടെ പിന്തുടർച്ചക്കാരിയായിട്ടാണ് ആര് വരുന്നത്? ചേതന ഈ ആരാചാർ പദവിയിലേക്ക് വരുന്നത്. അതിനൊരു റീസൺ കൂടെ ഉണ്ട്. ഒരു സഹോദരനുണ്ട് ചേതനയ്ക്ക്, പക്ഷെ എന്താണ്, അരയുടെ മുകളിലോട്ട് തളർന്ന് അല്ലെ, മാത്രം ശരീരമുള്ള അല്ലെങ്കിൽ അംഗവൈകല്യങ്ങൾ ബാധിച്ചിട്ട് ഒരു ആരാചാരന്റെ പദവിയിലേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ അസ്വസ്ഥനായിട്ട് കിടക്കുന്ന ഒരു സഹോദരനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പദവിയിലേക്ക് എന്തുകൊണ്ടും ആപ്റ്റ് ആയിട്ടുള്ളത് ചേതനയാണ്. ചേതന മാത്രമേ ഇനി ഇതിലേക്ക് വരാനുണ്ടായിരുന്നു. അപ്പം ചേതന അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? തൻ്റെ പിതാവിന്റെ പിന്തുടർച്ചക്കാരിയായിട്ട് തങ്ങളുടെ പാരമ്പര്യ തൊഴിലിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ 22 വയസ്സ് മാത്രം പ്രായമുള്ള ചേതന എന്ത് ചെയ്യാണ്? ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ട യതീന്ദ്രനാഥ് ബാനർജിയെ തൂക്കിക്കൊല്ലാൻ നിയോഗിക്കപ്പെടുകയാണ് അല്ലെ. അപ്പം ഇത് ഈ ആരാചാർ എന്ന് പറയുന്ന നോവല് ബംഗാൾ പശ്ചാത്തലത്തിൽ നിറഞ്ഞുകൊണ്ടാണ്, കൊൽക്കത്തയിലെ ബംഗാൾ പശ്ചാത്തലമൊക്കെ നിറഞ്ഞുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഈ ആരാചാർ എന്ന് പറയുന്ന നോവല് പൂർണ്ണമായിട്ടും വരുന്നത്. അപ്പൊ ഞാൻ ആരാചാർ എന്ന് പറയുന്ന നോവലിനെ കുറിച്ച് ഡീപ്പായിട്ട് പറയില്ല, നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക, അതിനു വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. അപ്പം ഇവിടെ ജനാധിപത്യത്തില് എന്താണ് തൂക്കിക്കൊലകള് അല്ലെ, നമ്മൾ എന്ത് ചെയ്യാണ്? കൂടെയുള്ള തൂക്കിക്കൊലകളൊക്കെ എന്താണ് നിർത്തലാക്കി കുറഞ്ഞു വന്നതോടുകൂടി ദാരിദ്ര്യത്തിന്റെ ഒരു പടി താണു പോകുന്ന ഒരു കുടുംബമായിരുന്നു ആരുടേത്? ചേതനയുടേത് അല്ലെ. അപ്പം അവരുടെ കുടുംബ തൊഴിലായിരുന്നു, അവരുടെ പാരമ്പര്യ തൊഴിലായിരുന്നു എന്ത്? ഈ ആരാചാർ എന്ന് പറഞ്ഞത്. അപ്പൊ തൂക്കിലേൽപ്പിക്കുക അല്ലെങ്കിൽ വധശിക്ഷ നടപ്പാക്കുന്ന ആ ഒരു പ്രവണത കുറഞ്ഞു വന്നപ്പോൾ അവരുടെ തൊഴിൽ തന്നെ അവർക്ക് എന്തായി? നഷ്ടമായിക്കൊണ്ടിരുന്നു. അത് അവരെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ വീണ് കിട്ടിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്ത്? ഇവിടെ ഈ ഒരു ബലാത്സംഗ കേസിലെ വധശിക്ഷ എന്ന് പറയുന്നത്. അപ്പൊ അതിന് നിയോഗിക്കപ്പെട്ടത് ചേതനയായതുകൊണ്ട് തന്നെ തന്റെ മകൾക്ക് എന്താണ് അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള ഒരു സർക്കാരിന്റെ അടുത്ത് ആവശ്യപ്പെടുകയാണ്. തന്റെ മകൾക്ക് എന്ത് വേണം? നല്ലൊരു തൊഴിൽ കിട്ടണം അല്ലെ. ഈ ചേതനയ്ക്ക് ഒരു നല്ല സുരക്ഷിതത്വം സുരക്ഷ ഉണ്ടാക്കുകയാണ് ഒരു തൊഴിലിലൂടെയും പണത്തിലൂടെയൊക്കെ ചോദിച്ച്. അതൊക്കെ സർക്കാരുമായിട്ട് എന്ത് ചെയ്യണം? ബന്ധിപ്പിച്ച് അവർ സർക്കാരുമായിട്ട് എല്ലാ രീതിയിലും ടൈപ്പൊക്കെ ആയില്ലേ, എല്ലാം പറഞ്ഞ് സെറ്റാക്കി എന്ത് ചെയ്യാണ്? തിരിച്ചു വരുവാണ് അല്ലെ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ചേതന എന്ത് ചെയ്യാണ്? ഔദ്യോഗികമായിട്ട് ആരാചാർ പദവി ഏറ്റെടുത്ത് ഇറങ്ങി വരുമ്പോൾ, സ്വാഭാവികമാണ്, ഇറങ്ങി വരുമ്പോൾ ആര് വരും? ക്യാമറ കണ്ണുകളുമായിട്ട് 100 മൈക്കുകളുമായിട്ട് ആര് വരും? മാധ്യമപ്രവർത്തകർ എന്തായാലും വരും അല്ലെ. അപ്പൊ അങ്ങനെ മാധ്യമപ്രവർത്തകർ വരികയും അവിടെ ചേതനയുമായിട്ടുള്ള അഭിമുഖം നടത്തുകയാണ് അല്ലെ, ഇന്റർവ്യൂ എടുക്കുകയാണ് അല്ലെ, അഭിമുഖം നടത്തുകയും ചെയ്യുന്നതാണ് നമ്മുടെ പാഠഭാഗം. അത് ഒരു ലൈവായിട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മൾ അവിടെ ഒരു വിഷ്വലൈസ്ഡ് ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് എന്ത് പോകുന്നത്? പാഠഭാഗം കൊടുത്തിരിക്കുന്നത്. അതാണ് ബ്രേക്കിംഗ് ന്യൂസ്. അപ്പൊ തീർച്ചയായിട്ടും ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്ന തലക്കെട്ട് എന്തുകൊണ്ട് ഉചിതമാണ്? കാരണം എന്തുകൊണ്ടാണ്
ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്ന പാഠഭാഗം എന്തുകൊണ്ട് ഉചിതമാവുന്നു? ലോകത്തിൽ ആദ്യമായിട്ട് ആരാചാരുടെ ജോലി ചെയ്യേണ്ടി വരുന്ന പെൺകുട്ടി എന്ന വിശേഷണം ആർക്ക് ലഭിക്കുകയാണ്? ചേതനയ്ക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആണ്. ലോകത്തില് പുരുഷൻ മാത്രം ഉണ്ടായിരുന്ന ആരാചാർ പദവിയിൽ ആദ്യമായിട്ടൊരു പെൺകുട്ടി സ്ത്രീ എന്ത് ചെയ്യാണ്? സ്ത്രീ ആരാചാർ ഉണ്ടാവുകയാണ്. അപ്പൊ അതൊരു ബ്രേക്കിംഗ് ന്യൂസ് തന്നെയാണല്ലേ. അപ്പൊ തലക്കെട്ട് എന്തുകൊണ്ടും ഇതിന് യോജിച്ചതാണ്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ പരാമർശിക്കുന്ന എന്താണ്? പത്രദൃശ്യ മാധ്യമ പ്രവർത്തകർ ചേതനയെ അഭിമുഖം നടത്തുന്ന രീതിയിൽ പാഠം തുടങ്ങുകയാണ്. അപ്പം ഇവിടെ ലൈവ് അഭിമുഖമാണെന്ന് ഞാൻ പറഞ്ഞു. പല ചാനലുകാരും എന്ത് ചെയ്യാണ്? മിടുക്ക് കാട്ടി മുന്നോട്ട് വരുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്തു? സഞ്ജീവ് കുമാർ മിത്രയുടെ ക്യാമറാമാൻ എന്ത് ചെയ്തിട്ടുണ്ട്? തക്കം പാർത്ത് റെഡി ആയി നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? തക്കം പാർത്ത് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്തക്കാട്ടിൽ ഒളിച്ചിരിക്കൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല. ചാടിപ്പിടിക്കാൻ ഇരയെ ഒരു തരത്തില് എന്താണ്? മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ കിട്ടുന്നത് ഒരു ഇര തന്നെയാണ് അല്ലെ. അഭിമുഖം നടത്തുന്ന ആൾ ഒരു ഇര തന്നെയാണ് അവർക്ക്. അപ്പം ഇവിടെ ഞങ്ങളുടെ ചാനലിലായിരിക്കണം ആദ്യം ചേതനയുടെ രൂപം വരേണ്ട, ചേതന അഭിമുഖം നടത്തേണ്ടത്, ചേതനയുടെ ഇന്റർവ്യൂ ഞങ്ങളായിരിക്കണം ആദ്യം എടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാണ്? അവിടെ അതിനു വേണ്ടിയിട്ട് ആര് തയ്യാറായി നിൽക്കുകയാണ്? ഇവിടെ സഞ്ജീവ് കുമാർ മിത്ര അല്ലെ, അവരും അവരുടെ ക്യാമറാമാനൊക്കെ എന്ത് ചെയ്യാണ്? ആ മാധ്യമത്തിന്റെ എല്ലാ ചട്ടക്കൂടുകളും എല്ലാം സെറ്റ് ചെയ്തിട്ട് അവര് റെഡി ആയി നിൽക്കുകയാണ് അല്ലെ. അപ്പം ഇവിടെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ, ഇന്നിപ്പോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇലക്ഷനൊക്കെ ഇപ്പൊ ഇന്നലെ ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇലക്ഷന്റെ വാർത്തകൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അപ്പൊ ലൈവൊക്കെ നമ്മള് ടിവിയിലൊക്കെ കാണുന്നുണ്ട് അല്ലെ. ഇങ്ങനെ ആളുകൾ പോയിട്ട് എന്തൊക്കെയാണ് അഭിപ്രായം, തോറ്റവരോടും ജയിച്ചവരോടൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട്. എല്ലാ പാർട്ടിയും പാർട്ടി പ്രവർത്തകരോടൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നത് അവർ ഇന്റർവ്യൂന്നൊക്കെ നമ്മൾ കാണുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ചേതനയും ചെയ്യുന്നത്. അപ്പം ഇതിലൊന്നും സംശയങ്ങളില്ലല്ലോ, ഇതൊക്കെ സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ പോയിന്റ് ആയിട്ട് കൊടുത്തത് നോക്കുക. അത് എന്തുകൊണ്ടാ വെച്ചാൽ പാഠഭാഗം വായിക്കാൻ മടി നിങ്ങൾ കാണിക്കും എന്നുള്ളതുകൊണ്ട് പോയിന്റ് ചെയ്തതാണ്. അപ്പൊ പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ പോയിന്റ്സ് പഠിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ അങ്ങനെയാണല്ലോ, 10 പോയിന്റ്സ് ഉണ്ടെങ്കിൽ 10 പോയിന്റ്സ് പഠിച്ചാൽ മതി. ഓക്കെ, അതുപോലെ ഇവിടെ ഈ പോയിന്റ്സ് എന്ത് ചെയ്യാം? പഠിക്കുക. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എക്സാമിന് എഴുതുക, അത്രേ ഉള്ളൂ. അപ്പം എല്ലാ ഒരു മാധ്യമ പ്രവർത്തകന്റെ എല്ലാ മട്ടും ഭാവവും അതിൽ ആര് കാണിക്കുന്നുണ്ടായിരുന്നു? ക്യാമറാമാനും അവരുടെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് സഞ്ജീവ് കുമാറും റെഡിയായി നിൽക്കുകയായിരുന്നു അല്ലെ. അപ്പൊ അവിടെ സഞ്ജീവ് കുമാർ എന്ത് ചെയ്തു? ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ലോകത്തിലെ ആദ്യത്തെ ആരാചാർ ആയതിനെ പറ്റി സന്തോഷിക്കുന്നുണ്ടോ അല്ലെ, അതിൽ ജോലി കിട്ടിയതിനെ കുറിച്ചൊക്കെ അതിൽ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടോ എന്ന് സഞ്ജീവ് കുമാർ ചോദിക്കുകയാണ്. ലോകത്തിലുള്ള ആദ്യത്തെ ആരാചാരായിട്ടുള്ളതിൽ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് ആര് ചോദിക്കുകയാണ്? സഞ്ജീവ് കുമാർ ചേതനയുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു മാധ്യമ പ്രവർത്തകന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാല് എന്താണ് അവരുടെ അടുത്തുനിന്ന് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റില്ല അല്ലെ. പല ടൈപ്പിലുള്ള ചോദ്യങ്ങളായിരിക്കും. ചിലപ്പോൾ നമ്മുടെ നമുക്ക് ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങൾ വരെ അവർ നമ്മളോട് ചോദിക്കും അല്ലെ. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഉത്തരങ്ങളെ വളച്ചൊടിച്ചിട്ട് സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? മാധ്യമ പ്രവർത്തകർക്കുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ്? ലോകത്തിലെ ആദ്യത്തെ വനിതാ ആരാചാരല്ലേ നിങ്ങള്. അപ്പൊ ആ വനിതാ ആരാചാര ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ട്? സന്തോഷമുണ്ടോ? എന്താ അതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറയാനുള്ളത്? ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യാണ്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ള രീതിയിൽ ഇന്റർവ്യൂ ചെയ്യുകയാണ് അല്ലെ. അപ്പൊ അതിനുള്ള മറുപടിയായിട്ട് ചേതന എന്താണ് അതിനുള്ള ഉത്തരമായിട്ട് കൊടുക്കുന്നത്? ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയാണ് ഞാനിവിടെ ആരാചരായിട്ട് ജോലി ചെയ്ത് അല്ലെ, ഞാൻ ആ ഒരു പദവിയിലേക്ക് വന്നത്. എനിക്ക് മാത്രല്ല, ആർക്കാണ്? ലോകത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും എന്ത് ചെയ്യാം? ആരാചാരുടെ ഈ പദവിയിലേക്ക് ഞാൻ വന്നതിൽ അഭിമാനിക്കാം. അങ്ങനെ പറഞ്ഞു. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? എന്തായാലും ആ ഒരു ഉത്തരത്തിന് മറു ചോദ്യം എന്തായാലും ഉണ്ടാവും അല്ലെ. എന്തുകൊണ്ടാണ് അങ്ങനെ ചേതന പറയാൻ കാരണം? ഇതുവരെ പുരുഷന്മാരുടെ മാത്രം അധികാര പരിധിയിൽ ഉണ്ടായിരുന്ന ആരാചാർ പദവി അല്ലെ, സ്ത്രീകൾക്കും അതിൻ്റെതായ ഉത്തരവാദിത്വത്തോടു കൂടിയും അല്ലെ ആത്മവിശ്വാസത്തോടു കൂടിയും ഒക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു തെളിവാണ് ഞാൻ. അപ്പം സ്ത്രീകൾ അല്ലെ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ അധികാരത്തിന്റെ ആദ്യ പടിയിലേക്ക് അല്ലെ പുരുഷനോടൊപ്പം തന്നെ എത്തി നിൽക്കാൻ സ്ത്രീകൾക്കും സാധിക്കും. സ്ത്രീകൾ അതിന് ഉതകുന്നവരാണ്. അവർക്ക് അതിനുള്ള ആത്മധൈര്യമുണ്ട്, ആത്മവിശ്വാസമുണ്ട്, ശക്തിയുണ്ട്, കഴിവുണ്ട് അല്ലെ. അതൊക്കെ പ്രൂവ് ചെയ്യിക്കുക ഞാൻ ഈ ആരാചാർ പദവിയിലൂടെ അല്ലെ. അതുകൊണ്ട് എനിക്ക് മാത്രമല്ല, ഞാൻ സന്തോഷിക്കുന്നു ഈ ജോലിയിൽ, അതേപോലെ തന്നെ എനിക്കൊപ്പം നിന്നുകൊണ്ട് സന്തോഷിക്കാൻ ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും സാധിക്കും എന്ന് ഒരു മറുപടി കൂടെ കൊടുത്തു. ഈ മറുപടി കൂടെ കേട്ടപ്പോൾ അതിൽ സംതൃപ്തിയായോ ശരിക്കും സഞ്ജീവ് കുമാർ? ഇല്ല. അതുകൊണ്ട് തന്നെ സഞ്ജീവ് കുമാർ എന്ത് ചെയ്തു?
മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. ഇത്തരമൊരു ഉത്തരം കേട്ട സഞ്ജീവ് കുമാറിന്റെ മറ്റൊരു ചോദ്യം, നിങ്ങളൊരു ഫെമിനിസ്റ്റ് ആണോ? അല്ലെ, ഫെമിനിസ്റ്റ് ആണോ എന്നാണ് അടുത്ത ചോദ്യം വന്നത്. എന്താണ് ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഫെമിനിസ്റ്റ് എന്നൊക്കെ. കറക്റ്റ് അതിന്റെ മീനിങ് അറിയോ നിങ്ങൾക്ക്? എന്താ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ സമത്വവാദി അല്ലെ, സ്ത്രീ വിമോചനവാദി, സ്ത്രീകളുടെ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, പോരാടുന്നവരെയാണ് ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത്. അത് കൂടുതലും എഴുത്തുകാരിൽ നമുക്ക് കാണാം. ഇപ്പൊ KR മീരയെ ചിലപ്പോൾ അങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ടാവും. സ്ത്രീകളുടെ ഇപ്പോഴത്തെ ഇവിടെ ഒരു ആരാചാർ എന്ന് പറയുന്ന നോവൽ തന്നെ ഒരു സ്ത്രീയുടെ സമ്പൂർണ്ണ അവകാശങ്ങളെ, അവരുടെ സ്വാതന്ത്ര്യത്തെ അല്ലെ അവരുടെ ആത്മവിശ്വാസത്തെയൊക്കെ എടുത്തു കാണിക്കുന്ന ഒരു മൊത്തത്തില് സാഹിത്യകൃതികളിലേക്ക് മൊത്തത്തിൽ തകിടം മറയ്ക്കുന്ന രീതിയിലുള്ള ഒരു നോവൽ തന്നെയാണിത്. അപ്പം ഇവിടെ അതേപോലെ തന്നെ മാധവിക്കുട്ടി, നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ, കമലാ സുരയ്യ മാധവിക്കുട്ടിയെ കുറിച്ച് അറിയായിരിക്കും അല്ലെ. അവരും എന്തുതന്നെയാണ് ഒരു സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് കൃതികൾ അല്ലെ, സ്ത്രീക്ക് വേണ്ടി സംസാരിക്കുന്ന തന്റെ തൂലികയിലൂടെ അല്ലെ എഴുത്തുകളിലൂടെ സ്ത്രീകൾക്ക് വേണ്ടി വാദിച്ചിട്ടുണ്ട്. അപ്പം അവരൊക്കെ ഫെമിനിസ്റ്റ് എന്ന് അഭിസംബോധന ചെയ്യാറുണ്ട് നമ്മൾ പലപ്പോഴും അല്ലെ. അപ്പം ഇതാണ് ഫെമിനിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫെമിനിസ്റ്റ് എന്താന്ന് സ്കൂളിൽ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ കളിച്ചിരുന്ന ആളുകൾ ചിലപ്പം കേട്ടിട്ടുണ്ടാവില്ല, എന്താണെന്നൊന്നും ടീച്ചർ പറഞ്ഞൊന്നും കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഇപ്പൊ ഒന്ന് ഓർത്ത് വെക്കടാ നിങ്ങൾ, എന്താണ് ഫെമിനിസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത്? സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, സ്ത്രീകളുടെ അവകാശങ്ങൾ, സ്വാതന്ത്ര്യം, അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വാദിക്കുന്നവരെയാണ് നമ്മൾ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു രീതിയിൽ ഫെമിനിസ്റ്റ് ആണോ എന്നാണ് ഇവിടെ ആര് ചോദിക്കുന്നത്? സഞ്ജീവ് കുമാർ മിത്ര ആരുടെ അടുത്ത് ചോദിക്കുന്നത്? ചേതനയുടെ അടുത്ത്. എന്തുകൊണ്ടത് ചോദിക്കാനുണ്ടായ കാരണം, പുരുഷന്മാരുടെ മാത്രം അധികാര പരിധിയിലല്ല അല്ലെ, പുരുഷന്മാരുടെ മാത്രം അധികാര പരിധിയിലല്ല ഈ ആരാച്ചാർ പദവി, ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ അധികാരങ്ങളിലേക്ക് സ്ത്രീകൾ പടിയെടുത്ത് വെക്കുന്നത് പുരുഷന് മാത്രം ഉണ്ടായിരുന്ന എല്ലാ മേഖലയിലേക്ക് സ്ത്രീകൾ എന്ത് ചെയ്യാണ് ഇന്ന് കയറി ചെല്ലുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇന്നലത്തെ ഇലക്ഷന്റെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വാർഡിലൊക്കെ അല്ലെ കുറേ സ്ത്രീകൾ മത്സരിച്ചിട്ടുണ്ട്. പുരുഷന്മാർ മാത്രമൊന്നുമല്ല, സ്ത്രീകൾ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. അവർക്ക് നാടിനെ നല്ല സേവനങ്ങൾ അനുഷ്ഠിക്കാൻ, സേവനങ്ങൾ നൽകി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ഒരു ഉദാഹരണമാണ് അവിടെ അല്ലെ. അതിൽ മാത്രമല്ല, ആ ഒരു കാര്യത്തിൽ മാത്രമല്ല, എല്ലാ മേഖലയും പൈലറ്റ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ എയറോസിസ്റ്റ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയിട്ട്, എഞ്ചിനീയേഴ്സ് ആയിട്ട്, ടീച്ചേഴ്സ് ആയിട്ട്, അങ്ങനെ എല്ലാ മേഖലകളിലും ആരുണ്ട്? സ്ത്രീകളുണ്ട് അല്ലെ. ബാങ്കിങ്ങിലായാലും എല്ലാ മേഖല. ഇപ്പൊ നമുക്ക് ക്യാമറ അല്ലെ, നമുക്കറിയാം ഫിലിം മേക്കേഴ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷൂട്ട് കാര്യങ്ങളൊക്കെ എപ്പോഴും ഫീമെയിൽ അങ്ങനെ ഇൻവോൾവ്ഡ് അല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലത്തിൽ സ്ത്രീകളും അതിന്റെ ആ ഒരു മേഖലയിലേക്ക്, എല്ലാ മേഖലയിലേക്കും പുരുഷന് സമമായിട്ട് സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെ. അപ്പം അങ്ങനെ തന്നെയാണ് ഞാനും ഇവിടെ എത്തിയിരിക്കുന്നത്. ആരാച്ചാർ എന്നത് പുരുഷന്റെ കുത്തകയ്ക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടിയതായിരുന്നു. അവിടേക്ക് ഒരു സ്ത്രീയായ അല്ലെ, ഒരു പെൺകുട്ടിയായ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, കയറി വന്നു. അപ്പോൾ ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും അഭിമാനിക്കാം. അപ്പൊ സ്ത്രീകളുടെ നേട്ടം അവിടെ വരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും ആര് ചോദിച്ചിട്ടുണ്ടാവുക, ഇവിടെ ഈ ഒരു ഫെമിനിസ്റ്റ് ആണോ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉന്നയിച്ചത്. അപ്പം ആ ഒരു ചോദ്യത്തിന് ഒരു മറു ചോദ്യം ഉത്തരം കൊടുത്തത് എങ്ങനെയാണ് ചേതന? ഇതിന് ഉത്തരം ചേതന എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്? അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ അല്ലെ, തനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ എന്നും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുമുള്ള ഒരു മറു ചോദ്യമാണ് ആര് നൽകിയിട്ടുള്ളത്? ചേതന ഇവിടെ നൽകിയിട്ടുള്ളത്. മാധ്യമപ്രവർത്തകന് നേരെ ഞാൻ ഫെമിനിസ്റ്റ് ആണോ അറിഞ്ഞുകൂടാ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് നിങ്ങൾ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ ഒരു മറു ചോദ്യം ആർക്ക് നേരെ? മാധ്യമപ്രവർത്തകന് നേരെ നീട്ടുകയാണ് അല്ലെ. അതോടെ ചേതനയുമായിട്ടുള്ള ഇന്റർവ്യൂ ചേതന അവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നീട് താൻ ഒരു ഫെമിനിസ്റ്റ് ആണോ എന്ന ചോദ്യം സമൂഹത്തിനു നേരെ ഉയർത്തിക്കൊണ്ട് ചേതന ആദ്യ വനിതാ ആരാചാരായിട്ട് ജോലി ഏറ്റെടുക്കുന്നു എന്നും അതേപോലെ തന്നെ CNC ചാനലിനുണ്ടായ നേട്ടം വളരെ വലുതാണെന്നും പറഞ്ഞിട്ട് അവര് നേരെ വാർത്ത വളച്ചൊടിക്കുകയാണ് അല്ലെ. അപ്പം താനൊരു ഫെമിനിസ്റ്റ് ആണോ എന്നുള്ള ചോദ്യം സമൂഹത്തോടാണ് അവർ ചോദിച്ചത്. എനിക്കറിയില്ല, നിങ്ങൾ അത് തീരുമാനിക്കുക എന്ന് സമൂഹത്തോട് ചോദിച്ചുകൊണ്ട് ലോകത്തിലെ ആദ്യത്തെ വനിതാ ആരാചാരായിട്ട് പദവി ഏറ്റെടുക്കുകയാണ് ചേതന മല്ലിക്. അത് മാത്രമല്ല CNC എന്ന് പറഞ്ഞാൽ അവരുടെ ചാനലാണ് അല്ലെ. ആ CNC ചാനലിന് വലിയൊരു നേട്ടം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്താണ് ആ നേട്ടം എന്നാ പറയുന്നത്? ചേതനയുടെ അഭിപ്രായം പോലും ചോദിക്കാതെയാണ് അവര് മാധ്യമപ്രവർത്തകർ സമൂഹത്തോട് ഈ ഒരു കാര്യം വിളിച്ചോതുന്നത്. എന്താണ് പറയുന്നത്? ചേതന ഇനി മുതൽ നമുക്കൊപ്പമാണെന്നും CNC ചാനലിനൊപ്പമാണെന്നും അതുപോലെ വധശിക്ഷ സമയം വരെയുള്ള എല്ലാ വിവരങ്ങളും യഥാസമയം ചേതന
നമുക്കൊപ്പം അപ്ഡേറ്റ് ചെയ്ത് അല്ലെ നമ്മുടെ കൂടെ തന്നെ നിന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ കൂടെ കൂടി നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചേതന നമ്മുടെ കൂടെയാണുള്ളത്. ഈ വധശിക്ഷ നടപ്പാക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിലൂടെ, നമ്മുടെ ചാനലിലൂടെ എന്ത് ചെയ്യാം, നോക്കിക്കാണാൻ സാധിക്കും അല്ലെ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു മറുപടി നൽകിക്കൊണ്ട് എന്ത് ചെയ്യാണ്, ഈ ഒരു ഇന്റർവ്യൂ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ ശരിക്കും എന്താണ്, ചാനലിന്റെ കൂടെ നിൽക്കാന്ന് ചേതന പറഞ്ഞിട്ടില്ല അല്ലെ, ചേതനയുടെ സമ്മതം പോലും ചോദിച്ചിട്ടില്ല. അങ്ങനെ ചോദിക്കാതെ എന്ത് ചെയ്യാണ് അവര്, ചാനലിന്റെ റേറ്റിംഗ് കൂട്ടുക എന്നുള്ള ഒരു ടിപ്പുമായിട്ടാണ് അവർ എന്ത് ചെയ്തത്, അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നമ്മളൊരു വാർത്ത വായിക്കുമ്പം നിങ്ങൾക്ക് ഒരു ഉദാഹരണം ഞാൻ പറയാണ്. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും പത്രം വായിക്കുന്ന ശീലം ഉണ്ടോടാ? ഉണ്ടോ? ഞാനിത് ആരോടാ പറയുന്നേ? വായിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരോടാണ്, ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു തുടങ്ങിക്കോ, വെറുതെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാലോടാ. അപ്പം നിങ്ങളൊന്ന് നോക്കുക, പത്രവാർത്ത വായിക്കാത്തവരും ഒന്ന് എടുത്തു നോക്കൂ. ഇപ്പൊ മലയാള മനോരമയിൽ കൊടുത്തതുപോലെ ആയിരിക്കില്ല മാതൃഭൂമിയിൽ ഉള്ളതുപോലെ ആയിരിക്കില്ല ദേശാഭിമാനിയിൽ, അതിലുള്ള പോലെ ആയിരിക്കില്ല ചന്ദ്രികയിൽ, അതിലുള്ളതുപോലെ ആയിരിക്കില്ല മംഗളത്തിൽ. അങ്ങനെ ഓരോ പത്രത്തിലും കൊടുക്കുന്ന വാർത്തകളിൽ എന്തുണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കണ്ടന്റിനെ അല്ലെങ്കിൽ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു ഉത്തരത്തെ എന്ത് ചെയ്യണം, വളച്ചൊടിച്ച് ഊതി വീർപ്പിച്ച് ആളുകളിലേക്ക് എത്തിച്ചിട്ട് എന്താണ് അതിന്റെ റേറ്റിംഗ് കൂട്ടാനുള്ള ടിപ്പുകളും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ടിപ്സും ആര് ചെയ്യുന്നുണ്ട്, ഇവിടെ മാധ്യമ പ്രവർത്തകരിൽ പലരും അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ എന്താണ് ഒരു പത്രം വായിക്കുമ്പോൾ എന്താണ് പത്രനീതി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷത്തെ 10th ഉണ്ടായിരുന്നു. ഒരു പത്രം വായിക്കാൻ വേണ്ടിയിട്ട് സുകുമാർ അഴീക്കോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിന് 100 പത്രങ്ങൾ വേറെ എടുത്തു വെക്കും. എന്താണ്, അതിലെ എല്ലാ ഉത്തരങ്ങളും കൂടെ നോക്കിയിട്ട് വേണം എനിക്കതിലെ ശരിയായ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെയാണ് ഇവിടെയും. എന്താണ്, ഇവിടെ ചേതനയുടെ പെർമിഷനൊന്നും കൂടാതെ തന്നെയാണ്, ചേതനയുടെ അനുവാദം കൂടാതെയാണ് ചേതന ഞങ്ങളുടെ കൂടെയാണുള്ളതെന്നും അതുകൊണ്ട് നിങ്ങൾ CNC ചാനൽ തന്നെ കാണും, അതിലാണ് എല്ലാ വാർത്തകളും അപ്ഡേറ്റ് ആയിട്ട് എത്തിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, പാഠഭാഗം അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ഇത്രയാണ് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്ന പാഠഭാഗം. ആ ഒരു പാഠഭാഗത്തെ ഏറ്റവും ഷോർട്ടാക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇപ്പൊ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. കമന്റ് നോക്കിയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അപ്പം ഇതാണ് നമ്മുടെ പാഠഭാഗം. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് അറിയോടാ, പാഠഭാഗം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും വലിയ ചാപ്റ്റേഴ്സൊക്കെ ആയിരിക്കും, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പോയിന്റ് നോട്ട്സ് ആക്കിയിട്ട് പഠിക്കാനുള്ള ഒരു ശ്രമം നടത്തുക. പിന്നെ പാഠഭാഗം പഠിക്കുമ്പം അത് ഓരോ ചാപ്റ്റർ, ഇപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നച്ചിറകിലാണെങ്കിൽ ഏത് ചാപ്റ്റർ ആണെങ്കിലും ഓരോ മൊഴിമുത്തുകൾ അടുത്ത യൂണിറ്റ് തുടങ്ങുകയാണ്. അപ്പോൾ ഏത് ചാപ്റ്റർ ആണെങ്കിലും അത് ഏത് സാഹിത്യ വിഭാഗത്തിൽ, കഥയാണോ കവിതയാണോ ഉപന്യാസമാണോ ലേഖനമാണോ നോവലാണോ അല്ലെ, ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു എന്ന് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അതറിയാതെ പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് ബൈഹാർട്ട് ചെയ്ത് പോയിട്ട് കാര്യമില്ല. ഇപ്പം ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് KR മീരയുടെ കഥയിൽ നിന്ന് എടുത്തതാണെന്ന് പറഞ്ഞാൽ പോയില്ലേ അവിടെ മാർക്ക് അല്ലെ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് ഏത് സാഹിത്യ കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്ന് നമ്മൾ പഠിക്കണം കേട്ടോ. അപ്പൊ അത് പഠിക്കുക. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് നിർബന്ധമായിട്ടും ആരാണ് എഴുത്തിയത്, എഴുത്തുകാരി അല്ലെങ്കിൽ എഴുത്തുകാരൻ ആരാണ് അല്ലെ, അവരെ കുറിച്ച് ഓഥറിനെ കുറിച്ച് എന്തായാലും അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ അവരുടെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണ്ട, അവരെ കുറിച്ചുള്ള ആരാണെന്ന്. സാഹിത്യത്തിൽ ഇപ്പം KR മീര ആരാണെന്ന്, നല്ലൊരു എഴുത്തുകാരിയാണെന്ന് നമുക്കറിയാം. അതിനപ്പുറത്ത് ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു അല്ലെ, പ്രവർത്തകയായിരുന്നു എന്നറിയാം. ഇപ്പം മലയാള മനോരമയിലെ പ്രവർത്തിച്ചുള്ള ആദ്യ പ്രവർത്തകയാണെന്ന് അറിയാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടിയായിട്ട് നമ്മൾ പഠിക്കില്ലേ, അങ്ങനത്തെ രീതിയിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഓഥറിനെ കുറിച്ച് പഠിച്ചിരിക്കണടാ, എങ്കിലേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മാത്രം പോരാ, അവര് എഴുതിയിട്ടുള്ള ഏതെങ്കിലും കൃതികൾ, 2-3 കൃതികൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന 2-3 കൃതികൾ, കഥയിൽ നിന്നും കവിതയിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യുക, 2-3 കൃതികൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഠഭാഗമാണ്. പാഠഭാഗത്തിലേക്ക് കടക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങളെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്നുള്ള കൃത്യമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതില് ആശയം അല്ലെ, ആ കഥയിൽ അല്ലെങ്കിൽ ആ നോവലില് ആ പാഠഭാഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ടെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് എക്സാമിന്റെ തലേന്നിരുന്നൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി, നമ്മുടെ തലയിൽ കയറും. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പാഠഭാഗത്തിന്റെ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകാം. നിങ്ങൾക്ക് ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിൽ കുറേ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതെനിക്കറിയാം അല്ലെ, നിങ്ങൾ കുറേ ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ആ ചോദ്യങ്ങൾ ഇനി ഞാൻ ഡിസ്കസ് ചെയ്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സാമിനോടനുബന്ധിച്ച് നമുക്ക് ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഇത് ഞാൻ ഇവിടെ ഇപ്പൊ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടോ,
ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എന്താ അറിയോ, ഇപ്പം ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്ന പാഠഭാഗം മൊത്തത്തിൽ വിശകലനം ചെയ്താൽ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്ത് പോവേണ്ട ചോദ്യങ്ങളാണ് എന്താ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്ന ഇവിടെ കൊടുത്തിട്ടുള്ള ഈ 2 ചോദ്യങ്ങൾ. ബ്രേക്കിംഗ് ന്യൂസിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഈ 2 ചോദ്യങ്ങൾ കേട്ടോ. അപ്പം ഇതിലൊന്ന്, ആദ്യത്തെ ചോദ്യം നിങ്ങൾ നോക്കുക. ഇത് മുഴുവൻ ലോകത്തെയും സ്ത്രീകൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണ്. ചേതനയുടെ ഈ അഭിപ്രായത്തെ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. ഈ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോട്ട് തന്നെയാണത്. ചേതന പറയുന്ന വാക്കുകളാണ് അല്ലെ. ഇത് മുഴുവൻ ലോകത്തെയും സ്ത്രീകൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണ്. അപ്പോഴാണ് ഫെമിനിസ്റ്റ് ആണോ എന്നൊക്കെ ചോദിച്ചത് അല്ലെ. അപ്പം ചേതനയുടെ ഈ അഭിപ്രായത്തെ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. ചിലപ്പം വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക എന്നായിരിക്കില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കും. എന്തായാലും ഈ ചോദ്യം ഇതിന് ഉത്തരമായിട്ട് വരുന്ന, ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്ന ഒരു മറു ചോദ്യം നിങ്ങൾക്ക് എന്തായാലും വരും. അപ്പോൾ അത് ഈ പാറ്റേണിൽ തന്നെ ചോദിക്കുന്നല്ല, ഇതായിരിക്കും നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം. അപ്പൊ അതുകൊണ്ട് ഇത് മുഴുവൻ ലോകത്തെയും സ്ത്രീകൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. ആ ചോദ്യം നിങ്ങൾ നന്നായിട്ടൊന്ന് അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്? ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്ന പാഠത്തിന്റെ ആ ഭാഗത്ത് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണത്. കാരണം എന്താണ്, ഇതുവരെ സ്ത്രീയും പുരുഷനും എങ്ങനെയായിരുന്നു അല്ലെ. പുരുഷനും പണ്ട് കാലത്ത് സ്ത്രീക്കും പുരുഷനും സമത്വം ഉണ്ടായിരുന്നോ അല്ലെ, ലിംഗപരമായിട്ട് വിവേചനങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനുള്ള ഉത്തരം കൊടുക്കേണ്ടത്. അപ്പൊ അതിന് മുൻപായിട്ട് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഇത് ഇങ്ങനെ മാത്രം തരുമ്പോൾ ചേതന ആരാന്ന് ഓർമ്മ വേണം അല്ലെ. ഇത് ആര് പറഞ്ഞിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇത് ഏത് സന്ദർഭത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഏത് കൃതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്, അതേപോലെ തന്നെ ആരുടെ കൃതിയാണ്, അത് ഏത് സാഹിത്യ രൂപത്തിൽ പെടുന്നു എന്നൊക്കെ പഠിക്കണം. അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു വന്നത് അല്ലെ. അതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തതിന് ശേഷം, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് എഴുതിയതിന് ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിൽ പങ്കുവെക്കുക. ഇതൊക്കെ കമ്പയർ ചെയ്തിട്ട്, ഇന്നത്തെ കാലഘട്ടമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇതിനുള്ള ഉത്തരം കൊടുക്കാൻ. അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ കൂട്ടുകാരൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു A4 ഷീറ്റ് അല്ലെങ്കിൽ ഒരു ആൻസർ ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ നമ്മളിങ്ങനെ എഴുതി പോകും. അത് തെറ്റാണ്. പാരഗ്രാഫ് തിരിക്കണം. ആദ്യത്തെ പാരഗ്രാഫിൽ ഒരു ആമുഖം പോലെ, നമ്മൾ ആമുഖം എഴുതൊന്നും വേണ്ട, കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ആമുഖം ഒന്നും എഴുതില്ല. പക്ഷെ എന്ത് ചെയ്യണം, അവിടെ ഒരു ആമുഖമായിട്ട് നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ അതിലെ ഓഥറിനെ കുറിച്ച്, കൃതിയെക്കുറിച്ച്, അതിൽ പരാമർശിക്കുന്ന കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി ഒന്ന് ജസ്റ്റ് എഴുതുക. അതിന് തൊട്ട് താഴെ അതിലെ സമ്മറിയും കാര്യങ്ങളൊക്കെ എഴുതുക. പിന്നെ ഇന്നത്തെ സമകാലിക പ്രസക്തി ഈ ക്വസ്റ്റ്യനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് വിലയിരുത്തി അത് എഴുതുക. അവസാനത്തെ പാരഗ്രാഫിൽ നിങ്ങളുടെ അഭിപ്രായം, എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഇല്ലാന്നൊന്നും എഴുതി വെച്ചേക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ എന്ത് ചെയ്യുക, അതിൽ ഉൾപ്പെടുത്തി 3 പാരഗ്രാഫ് ആക്കി അല്ലെ എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ഇനി അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. യതീന്ദ്രനാഥ് ബാനർജിയെ തൂക്കിലേറ്റിയതോടെ ലോകത്തെ ആദ്യ വനിതാ ആരാധകരായി തീരുന്നു ചേതന കൃത മല്ലിക്. കുറ്റവാളികളെ തൂക്കിലേറ്റുക എന്ന ശിക്ഷാരീതി പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതാണോ? ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടാവും. കുറെ പേര് സ്വന്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും, കുറെ പേര് കള്ളത്തരം കാട്ടി എഴുതിയിട്ടുണ്ടാവും അല്ലെ. യൂട്യൂബ് നോക്കിയിട്ട്, അല്ലെങ്കിൽ എന്താ ട്യൂഷൻ ക്ലാസ്സിൽ നോക്കിയിട്ട്, അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്നവളുടെ നോട്ട് നോക്കിയിട്ടൊക്കെ എഴുതിയ ആളുകളുണ്ടാവും, എനിക്ക് ഉറപ്പാ. അപ്പൊ എന്തായാലും ഇതിനുള്ള ഉത്തരം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഒന്നും കൂടെ ഞാൻ പറയാം അതിനുള്ള ഉത്തരം അല്ലെ. ഇത് നമ്മൾ എന്താണ്, ഇന്നത്തെ പരിഷ്കൃത ഓൾറെഡി യതീന്ദ്രനാഥ് ബാനർജി എന്താണ്, തൂക്കിലേറ്റാൻ വേണ്ടി വിധിക്കപ്പെട്ടു. അതിന് നിയോഗിക്കപ്പെട്ടുള്ള പെൺ ആരാചാര എന്ന നിലയിൽ ആര് വരുന്നു, ചേതന വരുന്നു. അതൊക്കെ നല്ല കാര്യം, സ്ത്രീകളുടെ സമത്വം, അവരുടെ വളർച്ച, ഇതൊക്കെ വരുന്നു. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ് വന്നത്, ഇന്നത്തെ പരിഷ്കൃത ലോകത്ത് വധശിക്ഷ എന്ന് പറയുന്നത് നടപ്പിലാക്കുന്നത് ശരിയാണോ തെറ്റാണോ അല്ലെ, ശരിയാണോ, നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോന്ന്. നമുക്ക് യോജിക്കാം, വിയോജിക്കാം അല്ലെ. അപ്പം യോജിക്കുന്നുണ്ടെങ്കിൽ ഞാൻ യോജിക്കുന്നു എന്ന് എഴുതിയിട്ട് പേപ്പർ മടക്കി വെച്ച് പോരരുത്. യോജിക്കുന്നെങ്കിൽ റീസൺ വേണം, എന്തുകൊണ്ട്, വിയോജിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് അല്ലെ, അത് വേണം. അപ്പൊ യോജിക്കുന്നു എന്ന് പറയുന്ന ആളുകളാണെങ്കിൽ അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ അല്ലെ, വധശിക്ഷയേക്കാൾ വലിയൊരു ശിക്ഷ വേറെ ഇല്ല. അപ്പം അത്രയും വലിയ ശിക്ഷകൾ നൽകുമ്പോൾ എന്ത് ചെയ്യാണ്, അത്തരത്തിലുള്ള അനീതികൾ, അക്രമങ്ങളൊക്കെ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട് അല്ലെ. പിന്നെ എന്താണ്, ബലാത്സംഗം ചെയ്യപ്പെടുക, അല്ലെങ്കിൽ കൊലപാതകം, ഇങ്ങനെയുള്ള അത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അല്ലെ, അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ അവർക്ക് വധശിക്ഷയേക്കാൾ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ശിക്ഷ വേറെ ഇല്ല. അത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ മരിച്ചു പോയിട്ടുള്ള അല്ലെങ്കിൽ അത് ഏറ്റെടുക്കപ്പെടേണ്ടി വന്നിട്ടുള്ള ഒരു കുടുംബം ഉണ്ടാവും അല്ലെ. ഇപ്പൊ ബലാത്സംഗം ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടിയും ആ കുട്ടിയുടെ കുടുംബവും അവർക്കൊക്കെ എന്ത് കിട്ടും, നീതി ലഭിക്കും അല്ലെ. പിന്നെ എന്താണ്,
പിന്നെ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ പിന്നീട് നമുക്ക് എന്തുണ്ടാവില്ല, സൊസൈറ്റിയിൽ അരങ്ങേറാതെ വരും എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ വേണം പോവാൻ. ഇത് മാത്രമല്ല, കൂടുതൽ കാര്യങ്ങൾ നിങ്ങളും കൂടെ വെച്ചിട്ട് വേണം എഴുതാൻ. ഇനി യോജിക്കുന്നില്ല, ഇത് തെറ്റാണ്, വധശിക്ഷ പാടില്ല എന്ന് പറയുന്ന ആളുകളാണെങ്കിൽ അവരും അതിന്റെ കാരണം വ്യക്തമാക്കണം അല്ലെ. അപ്പൊ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു മനുഷ്യന് എന്തുണ്ട് അല്ലെ, പ്രായശ്ചിത്തത്തിന് എന്ത് വലിയ തെറ്റുകൾ സംഭവിക്കാത്ത മനുഷ്യരില്ല അല്ലെ. ചിലപ്പോൾ അവന്റെ അവസരം കൊണ്ട് പറ്റിപ്പോയതായിരിക്കാം അല്ലെ, അവന്റെ അപ്പോഴത്തെ സിറ്റുവേഷൻ കൊണ്ട് പറ്റിപ്പോയതായിരിക്കാം അല്ലെ, അവന്റെ അപ്പോഴത്തെ വിഷമം കൊണ്ട് പറ്റിപ്പോയതായിരിക്കാം. അപ്പോൾ അവസരങ്ങൾ അല്ലെ, സിറ്റുവേഷനും അവരുടെ ആ ജീവിത പശ്ചാത്തലം കൊണ്ട് പറ്റിപ്പോയതായിരിക്കും. നല്ലൊരാൾ അവരെ ശാസിക്കാനും ശിക്ഷിക്കാനും അല്ലെ അവരെ നേർവഴിക്ക് നയിക്കാനും ഇല്ലാത്ത അങ്ങനെയുള്ള സമൂഹത്തിൽ നിന്ന് വളർന്നു വന്നത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലേക്ക് മാറിയത്. അപ്പോൾ അവർക്ക് മാറി ചിന്തിക്കാം അല്ലെ, അവർ ചെയ്ത തെറ്റിൽ പശ്ചാത്തപിക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കണം അല്ലെ, അതിനുള്ള ഒരു അവസരം കൊടുത്തുകൊണ്ട് അവർക്ക് മറ്റ് രീതിയിലുള്ള ശിക്ഷാരീതികൾ നടപ്പാക്കാൻ അല്ലെ, നടപ്പാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വിയോജിക്കുന്നവർക്ക് എന്ത് ചെയ്യാം, ആ രീതിയിൽ എടുക്കാം. ഇനി ഇത് രണ്ടിന്റെയും നടുവിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും. ചില സന്ദർഭങ്ങളിൽ അത് ഓക്കെയാണ്, ചില സന്ദർഭങ്ങൾ ഇങ്ങനെയാണെന്ന് പറയുന്ന ആളുകളുണ്ടാവും അല്ലെ. അവരെന്ത് ചെയ്യും, അപ്പം എന്താണ്, സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വലിയ വലിയ കുറ്റങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്തിനാണ്, വധശിക്ഷ തന്നെയാണ് അല്ലെ. പക്ഷെ എന്നാലും എന്താണ്, അവർക്ക് ഒരു പുനർവിചിന്തനത്തിന് നമ്മൾ എന്ത് കൊടുക്കണം, സാവകാശം സമയം കൊടുത്തിട്ട് അത്തരത്തിലുള്ള വധശിക്ഷ എന്നുള്ള ഒരു വലിയൊരു ഇത് നടപ്പാക്കാൻ നമ്മൾക്കില്ല. മനുഷ്യ ജീവൻ എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് പിന്നീട് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, മനുഷ്യജീവൻ എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം അത് എടുക്കാനുള്ള അവകാശം നമുക്കില്ല അല്ലെ. പക്ഷെ അവരെ തിരുത്താനുള്ള അവകാശമുണ്ട്. അത് അത്തരത്തിലുള്ള എന്താണ് ശിക്ഷാവിധികൾ നടപ്പാക്കുക എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നല്ലൊരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ചോദ്യത്തെയും അപ്രോച്ച് ചെയ്യാം. അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യാം, മറ്റു ചോദ്യങ്ങൾ പഠിക്കുന്നതിന്റെ കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വെച്ചിട്ടൊന്ന് പഠിക്കുക. ഇതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് എന്ത് വരും, എക്സാമിന് വരും. അപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം മടി കാട്ടിയിരിക്കരുത്. ഇനി നമുക്ക് സമയമില്ല, നാളെ ഒരു രാത്രി കൂടെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഇരുന്ന് തുടങ്ങിയാലേ നാളെയോട് കൂടെ തീരും, കാരണം ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലായതൊക്കെ കൂട്ടുകാരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അടിപൊളിയായിട്ട് പഠിക്കാനിരിക്കുക. ഇപ്പൊ ഈ പോയിന്റ് നോട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പൊ നന്നായിട്ട് എക്സാം എഴുതുക, ഒരു ക്വസ്റ്റ്യൻ പോലും വിടരുത്. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ, എല്ലാം നല്ല വൃത്തിക്ക് പഠിക്കാൻ പറ്റട്ടെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങളുടെ മനസ്സ് പഠിത്തത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക കേട്ടോ. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.